നമസ്കാരം. 2024 LD ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും അതുപോലെ മറ്റ് മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എവിടെ നിന്നാണ് രാജാറാം മോഹൻ റായുടെ നേതൃത്വത്തിൽ സംവാദ് കൗമുദി പ്രസിദ്ധീകരിച്ചിരുന്നത്? ഉത്തരം കൊൽക്കത്ത. എവിടെ നിന്നാണ് രാജാറാം മോഹൻ റായുടെ നേതൃത്വത്തിൽ സംവാദ് കൗമുദി പ്രസിദ്ധീകരിച്ചിരുന്നത്? കൊൽക്കത്ത. അടുത്ത ചോദ്യം, ഇന്ത്യൻ കറൻസികളിൽ ലാംഗ്വേജ് പാനലിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ഭാഷ? ഇന്ത്യൻ കറൻസികളിൽ ലാംഗ്വേജ് പാനലിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ഭാഷ? ഉത്തരം അസമീസ്. ഇന്ത്യൻ കറൻസികളിൽ ലാംഗ്വേജ് പാനലിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ഭാഷ അസമീസ് ആണ്. അടുത്ത ചോദ്യം, മേഘങ്ങൾ കൂടുതലായും കാണപ്പെടുന്ന അന്തരീക്ഷ പാളി? മേഘങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി? ഉത്തരം ട്രോപ്പോസ്ഫിയർ. ഉത്തരം ട്രോപ്പോസ്ഫിയർ. മേഘങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. അടുത്തത്, വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയെയാണ്. അടുത്ത ചോദ്യം, ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഉത്തരം ഓപ്പറേഷൻ അജയ്. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യത്തിൻ്റെ പേര് ഓപ്പറേഷൻ അജയ്. അടുത്ത ചോദ്യം, പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ 3 പത്മ ബഹുമതികളും നേടിയ കായിക രംഗത്തുനിന്നുള്ള ആദ്യ വ്യക്തി? ഉത്തരം വിശ്വനാഥൻ ആനന്ദ്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ 3 പത്മ ബഹുമതികളും നേടിയ കായിക രംഗത്തുനിന്നുള്ള ആദ്യ വ്യക്തി വിശ്വനാഥൻ ആനന്ദ്. അടുത്ത ചോദ്യം, കാഴ്ചവർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനോളിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം? കാഴ്ചവർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനോളിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം? ഉത്തരം നിശാന്തത. ഉത്തരം നിശാന്തത. കാഴ്ചവർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനോളിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം നിശാന്തത. അടുത്തത്, കല, സാഹിത്യം, സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം MT വാസുദേവൻ നായർ. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് MT വാസുദേവൻ നായർ. അടുത്ത ചോദ്യം, സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഉത്തരം TN ശേഷൻ. അടുത്ത ചോദ്യം, തെക്കേ ഇന്ത്യയിലെ മലകളുടെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം? ഉത്തരം ഊട്ടി. തെക്കേ ഇന്ത്യയിലെ മലകളുടെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഊട്ടി. അടുത്തത്, പുരാതന സിൽക്ക് പാത കടന്നുപോകുന്ന ചുരം? ഉത്തരം നാഥുല ചുരം. പുരാതന സിൽക്ക് പാത കടന്നുപോകുന്ന ചുരം നാഥുല. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഉത്തരം മധ്യപ്രദേശ്. ഇന്ത്യയിലെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, 1830കളിൽ സ്ഥാപിതമായ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല? ഇന്ത്യയിൽ 1830കളിൽ സ്ഥാപിതമായ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല? ഉത്തരം പോർട്ടോ നോവോ.
ഉത്തരം പോർട്ടോ നോവോ. അടുത്ത ചോദ്യം, മധ്യപ്രദേശിലെ പാണ്ഡവ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉത്തരം കെൻ. മധ്യപ്രദേശിലെ പാണ്ഡവ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉത്തരം കെൻ നദി. അടുത്ത ചോദ്യം, ആറ്റമിക് എനർജി കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർമാൻ. ആറ്റമിക് എനർജി കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായ്. ഉത്തരം വിക്രം സാരാഭായ്. ആറ്റമിക് എനർജി കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർമാൻ വിക്രം സാരാഭായ്. അടുത്തത്, ബസാൾട്ട് ശിലകളുള്ള ലോകത്തിലെ ഏക ഉപ്പുജല തടാകം. ബസാൾട്ട് ശിലകളിലുള്ള ലോകത്തിലെ ഏക ഉപ്പുജല തടാകം. ഉത്തരം ലോണാർ. ഉത്തരം ലോണാർ. അടുത്ത ചോദ്യം, ഇരുമ്പിൻ്റെ അംശം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ഇരുമ്പിൻ്റെ അംശം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ഉത്തരം ചെമ്മണ്ണ്. ഇരുമ്പിൻ്റെ അംശം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ചെമ്മണ്ണ് ആണ്. അടുത്ത ചോദ്യം, കരികാലൻ 1-ാം ശതകത്തിൽ പണികഴിപ്പിച്ച കല്ലണൈ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട്. ഏത് നദിയിലാണ് ഇത്? കരികാലൻ 1-ാം ശതകത്തിൽ പണികഴിപ്പിച്ച കല്ലണൈയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട്. ഏത് നദിയിലാണ് ഇത്? കാവേരി. കാവേരിയിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, നമ്മ മെട്രോ എന്ന് പേരുള്ള മെട്രോ ഏത് നഗരത്തിലാണ്? നമ്മ മെട്രോ എന്ന് പേരുള്ള മെട്രോ ഏത് നഗരത്തിലാണ്? ഉത്തരം ബംഗളൂരു. നമ്മ മെട്രോ എന്ന് പേരുള്ള മെട്രോ ഏത് നഗരത്തിലാണ്? ഉത്തരം ബംഗളൂരു. അടുത്തത്, ഏത് വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്? ഏത് വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിനാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്? ഉത്തരം 1911. ഏത് വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിനാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്? 1911. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ 3 സംരക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏതാണ്? ഉത്തരം അനുച്ഛേദം 20. ഇന്ത്യൻ ഭരണഘടനയിൽ 3 സംരക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏതാണ്? ഉത്തരം 20. അടുത്ത ചോദ്യം, കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? ഉത്തരം രാഷ്ട്രപതി. കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. അടുത്ത ചോദ്യം, വന്ദേമാതരം പ്രസിദ്ധീകരിച്ച വർഷം. വന്ദേമാതരം പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1882. വന്ദേമാതരം പ്രസിദ്ധീകരിച്ച വർഷം 1882. അടുത്ത ചോദ്യം, 2019 ഭേദഗതി പ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി എത്ര വർഷമാണ്? ഉത്തരം 3. 2019 ഭേദഗതി പ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി എത്ര വർഷമാണ്? ഉത്തരം 3 വർഷം. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 3. അടുത്ത ചോദ്യം, കൂട്ടുത്തരവാദിത്വത്തിൻ്റെ തത്വങ്ങൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? ഉത്തരം ബ്രിട്ടൻ. കൂട്ടുത്തരവാദിത്വത്തിൻ്റെ തത്വങ്ങൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? ഉത്തരം ബ്രിട്ടൻ. അടുത്ത ചോദ്യം, USSRനെ കൂടാതെ മൗലിക ചുമതലയുടെ കാര്യങ്ങളിൽ ഇന്ത്യയെ സ്വാധീനിച്ചിട്ടുള്ള രാജ്യം. USSRനെ കൂടാതെ മൗലിക ചുമതലകളുടെ കാര്യത്തിൽ ഇന്ത്യയെ സ്വാധീനിച്ചിട്ടുള്ള രാജ്യം. ഉത്തരം ജപ്പാൻ.
അടുത്തത് രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അടുത്തത് രാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞു വന്നാൽ ഉപരാഷ്ട്രപതിക്ക് ആ പദവി എത്ര കാലം വഹിക്കാം? രാഷ്ട്രപതി സ്ഥാനത്ത് ഒഴിവ് വന്നാൽ ഉപരാഷ്ട്രപതിക്ക് ആ സ്ഥാനം എത്ര കാലം വഹിക്കാൻ സാധിക്കും? ഉത്തരം 6 മാസം. ഉത്തരം 6 മാസം. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ? ഉത്തരം എഡ്ലി നോർട്ടൺ. മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ എഡ്ലി നോർട്ടൺ. മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ എഡ്ലി നോർട്ടൺ. അടുത്ത ചോദ്യം, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സ്ഥാനം രാജിവെച്ച് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ തിരുവിതാംകൂറിലെ വനിതാ നേതാവ് ആരാണ്? ഉത്തരം അക്കമ്മ ചെറിയാൻ. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സ്ഥാനം രാജിവെച്ച് ദേശീയ സ്ഥാപനത്തിൻ്റെ ഭാഗമായ തിരുവിതാംകൂറിലെ വനിത ആരാണ്? അക്കമ്മ ചെറിയാൻ. അടുത്ത ചോദ്യം, 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള സമ്മേളനത്തിൽ എത്രയും പെട്ടെന്ന് ഐക്യകേരളം രൂപവൽക്കരിക്കണം എന്നാവശ്യപ്പെടുന്ന പ്രമേയം അവതരിപ്പിച്ചത് ആര്? ഉത്തരം മൊയ്തു മൗലവി. 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള സമ്മേളനത്തിൽ എത്രയും പെട്ടെന്ന് ഐക്യകേരളം രൂപവൽക്കരിക്കണം എന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം അവതരിപ്പിച്ചത് ആര്? മൊയ്തു മൗലവി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം വക്കം മൗലവി. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം വക്കം മൗലവി. അടുത്ത ചോദ്യം, ലോകമാന്യൻ എന്ന പത്രത്തിലെ ലേഖനത്തിൽ അധികൃതർ രാജ്യദ്രോഹം ആരോപിച്ച് തടവിലാക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? ലോകമാന്യൻ എന്ന പത്രത്തിലെ ലേഖനങ്ങളിൽ അധികൃതർ രാജ്യദ്രോഹം ആരോപിച്ച് തടവിലാക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഉത്തരം കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി മണ്ഡലങ്ങൾ ഉള്ള ജില്ല? കേരളത്തിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി മണ്ഡലങ്ങൾ ഉള്ള ജില്ല? ഉത്തരം മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി മണ്ഡലങ്ങൾ ഉള്ള ജില്ല മലപ്പുറം. അടുത്ത ചോദ്യം, കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി? കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി? ഉത്തരം VN വാസവൻ. കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി? ഉത്തരം VN വാസവൻ. അടുത്തത്, ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക് എവിടെയാണ് സ്ഥാപിച്ചത്? ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക് എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം കിനാലൂർ. ഉത്തരം കിനാലൂർ. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക് എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം കിനാലൂർ. അടുത്ത ചോദ്യം, ആറളം വന്യജീവി സങ്കേതം ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ചീങ്കണ്ണിപ്പുഴ. സാമ്പ്രാണിക്കൊടി ഏത് കായലിൻ്റെ ഭാഗമാണ്? അടുത്ത ചോദ്യം, സാമ്പ്രാണിക്കൊടി ഏത് കായലിൻ്റെ ഭാഗമാണ്? ഉത്തരം അഷ്ടമുടിക്കായൽ. സാമ്പ്രാണിക്കൊടി ഏത് കായലിൻ്റെ ഭാഗമാണ്? അഷ്ടമുടിക്കായൽ. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രംഗത്തിന് നൽകിയ സംഭാവനകളെ പരിഗണിച്ച് തിരുവിതാംകൂർ സർക്കാർ 1855 ഏത് വിദേശിയെയാണ് സ്കൂൾ സൂപ്രണ്ടായി നിയോഗിച്ചത്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രംഗത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് തിരുവിതാംകൂർ സർക്കാർ 1855 ഏത് വിദേശിയെയാണ് സ്കൂൾ സൂപ്രണ്ടായി നിയോഗിച്ചത്? ഉത്തരം ചാൾസ് മീഡ്. ഉത്തരം ചാൾസ് മീഡ്. അടുത്ത ചോദ്യം, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ? ഉത്തരം പ്രധാനമന്ത്രി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രി.
ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, ഡച്ചുകാർ കേരളക്കരയിൽ പരാജയപ്പെട്ട ആദ്യ യുദ്ധം. ഉത്തരം കുളച്ചൽ യുദ്ധം. ഡച്ചുകാർ കേരളക്കരയിൽ പരാജയപ്പെട്ട ആദ്യ യുദ്ധം. ഉത്തരം കുളച്ചൽ യുദ്ധം. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗം. ഉത്തരം മലനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗം മലനാട്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹ കാലത്ത് സവർണജാഥ നയിച്ചെത്തിയവർ ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ളയുടെ നേതൃത്വത്തിൽ 1924 നവംബർ 13 ആർക്കാണ് ഭീമഹർജി സമർപ്പിച്ചത്? ഉത്തരം സേതുലക്ഷ്മി ബായി. വൈക്കം സത്യാഗ്രഹ കാലത്ത് സവർണജാഥ നയിച്ചെത്തിയവർ ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ളയുടെ നേതൃത്വത്തിൽ 1924 നവംബർ 13 ആർക്കാണ് ഭീമഹർജി സമർപ്പിച്ചത്? ഉത്തരം സേതുലക്ഷ്മി ബായി. ഷാജഹാന്റെ മരണം, സന്താൾ പെൺകുട്ടി എന്നീ ചിത്രങ്ങൾ വരച്ചതാര്? ഉത്തരം അബനീന്ദ്രനാഥ് ടാഗോർ. ഷാജഹാന്റെ മരണം, സന്താൾ പെൺകുട്ടി എന്നീ ചിത്രങ്ങൾ വരച്ചതാര്? ഉത്തരം അബനീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ചോദ്യം, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമി 1929 ഏത് വൈസ്രോയിയാണ് ട്രെയിനിൽ ബോംബ് വെച്ച് വധിക്കാൻ ശ്രമിച്ചത്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആർമി HSRA 1929 ഏത് വൈസ്രോയിയാണ് ട്രെയിനിൽ ബോംബ് വെച്ച് വധിക്കാൻ ശ്രമിച്ചത്? ഉത്തരം ഇർവിൻ പ്രഭു. ഉത്തരം ഇർവിൻ പ്രഭു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഝാൻസി റാണി. ഇന്ത്യയുടെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നതാരെ? ഉത്തരം ഝാൻസി റാണി. അടുത്ത ചോദ്യം, ആര് അന്തരിച്ചപ്പോഴാണ് ആ അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങി എന്ന് പ്രസ്താവിച്ച് ഇന്ദിരാഗാന്ധി അനുശോചിച്ചത്? ഉത്തരം VK കൃഷ്ണമേനോൻ. ആര് അന്തരിച്ചപ്പോഴാണ് ആ അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങിയെന്ന് പ്രസ്താവിച്ച് ഇന്ദിരാഗാന്ധി അനുശോചിച്ചത്? ഉത്തരം VK കൃഷ്ണമേനോൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ അധ്യാപകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏത് കമ്മീഷന്റെ റിപ്പോർട്ടാണ്? ഉത്തരം കോത്താരി കമ്മിറ്റി. ഇന്ത്യൻ അധ്യാപകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏത് കമ്മീഷന്റെ റിപ്പോർട്ടാണ്? ഉത്തരം കോത്താരി കമ്മിറ്റി. കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.